കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു മലയാളി മംഗ മേക്കപ്പ് ട്യൂട്ടോറിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാ കണ്ടാലോ? ഫസ്റ്റ് ഞാൻ മുടി സെറ്റ് ചെയ്യാനാണ് പോകുന്നത്, കാരണം അതാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ദിയക്കുട്ടി മുടി ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് കുഞ്ഞു കുഞ്ഞു മുടികളാണ് ഫ്രണ്ടിലോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം നല്ല രീതിയിൽ സ്ലൈഡ് കുത്തി ഒതുക്കിയതിന് ശേഷമേ നമുക്ക് മുടി കെട്ടാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് കുറച്ച് നല്ല രീതിയിൽ തന്നെ എണ്ണ തേച്ചിട്ട് മുടി ഫ്രണ്ടിലുള്ള കുഞ്ഞു കുഞ്ഞു മുടികളെല്ലാം സ്ലൈഡ് വെച്ച് കുത്തി കുത്തി ഒതുക്കി വെച്ചു. എല്ലാം ഒതുക്കി വച്ചതിന് ശേഷം നമ്മൾ എല്ലാം കൂടി ചേർത്ത് പിടിച്ച് കെട്ടി വയ്ക്കണം. എന്നിട്ട് നമ്മളിതിൽ വട വച്ച് മുടി നല്ല രീതിയിൽ ഒതുക്കി കൊടുക്കുകയാണ്. കറക്റ്റ് ഒരു സെൻറ്റർ വെച്ച് മുടി എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ കോതി ഒതുക്കിയതിന് ശേഷം അങ്ങനെ ഒരു റബ്ബർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനിയും അവളെ മുടി കുറച്ചും കൂടി ഒതുങ്ങാറുണ്ട്, അതുകൊണ്ട് തന്നെ അതെല്ലാം സ്ലൈഡ് ചെയ്ത് വയ്ക്കുകയാണ്. സൈഡിലെ മുടിയെല്ലാം നല്ല ഒതുക്കി സ്ലൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. മുടി ഒതുക്കി കെട്ടിയതിന് ശേഷം ദിയക്കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് മേക്കപ്പ് സെക്ഷൻ. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതും അവളെ കണ്ണിൻ്റെ താഴെയും താടി ഭാഗത്തും ഒക്കെയാണ് കുറച്ച് കറുപ്പ് ഒന്ന് ഷെയ്ഡ് കണക്ക് അറിയാൻ പറ്റുന്ന അവിടെയൊക്കെ എത്തി നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുത്തിലൊക്കെ എത്തി നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ട, മേക്കപ്പ് തുടങ്ങുമ്പോൾ അവൾ ഹാപ്പിയായും തുടങ്ങും. ഇനി ഞാൻ ചുണ്ടിലൊരു ചെറിയൊരു ലൈൻ കൊടുക്കുകയാണ്. ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ ഐലൈനർ പെൻസിലില്ലേ, ആ പെൻസിലാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ഡാർക്ക് പിങ്ക് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ബോർഡർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഐ പെൻസിൽ വെച്ച് ഒന്ന് ബോർഡർ വരച്ചു കൊടുക്കുന്നത്. ഇനി ഐബ്രോ ഷേപ്പ് ചെയ്യാണ്. അതിനായിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഡാർക്ക് കളറും ആവത്തില്ല, നല്ല ലൈറ്റ് കളറും ആവത്തില്ല. ഇനി ഐ ഷാഡോ ഇട്ട് കൊടുക്കുകയാണ്. ഡാർക്ക് പീച്ച് കളർ ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത്. പീച്ച് കളർ ഇട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗോൾഡ് ഐ ഷാഡോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ടാണ്. ഇനി ഐലൈനർ ഇട്ട് കൊടുക്കുകയാണ്. ആ പീലിയോട് തട്ടി ഒരു ചെറിയ തിൻ ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു ലെയർ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നല്ല വാലിട്ട് വേണം കണ്ണെഴുതി കൊടുക്കാൻ. ആ മൂക്കിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടെ ഷെയ്ഡ് ഇട്ട് അവിടെ ചെറിയൊരു കറുപ്പ് കണക്ക് ഉണ്ടായതുകൊണ്ട് അവിടെ കുറച്ചും കൂടി കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പിങ്ക് കളറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്.
ഡാർക്ക് പിങ്ക് കളർ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന ലൈനിൻ്റെ കൂടെ തന്നെയാണ് ഈ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും ആ കറുപ്പ് ലൈൻ മാറി ഒരു ഡാർക്ക് പർപ്പിൾ കളറാവും. അപ്പോൾ കറക്റ്റ് ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐ പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തത്. ഇതുപോലൊരു ഷെയ്ഡ് കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയ രീതിയിലൊന്ന് ഷെയ്ഡ് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലൈൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല കട്ടിക്ക് വരച്ചു കൊടുക്കില്ല, എന്നാൽ ഭയങ്കര വൃത്തികേടായിപ്പോവും. പിന്നെ ഐടെക്സിൻ്റെ ഒരു വട്ട പൊട്ട് വയ്ക്കുകയാണ്. കുറച്ച് വലിയ സൈസിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ്. കണ്ണിൻ്റെ താഴെ കരിയാണ് എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഇയർബഡ് എടുത്ത് ഐലൈനറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് അത് വെച്ച് കണ്ണിൻ്റെ വാല് ഭാഗത്ത് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ കണ്ണെഴുതിയ കരി പടരത്തുമില്ല. ഐലൈനർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഭാഗം നല്ല ഡ്രൈ ആയിട്ടിരിക്കും, നല്ല ഷെയ്ഡായിട്ടും ഇരിക്കും. ഇനി നമ്മൾ മുണ്ടുടുക്കുകയാണ്. 2 തട്ടായിട്ടാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്നത്. ആദ്യത്തെ തട്ട് നല്ല രീതിയിൽ ഒതുക്കി ഉടുത്ത് പിന്നു കുത്തിയതിന് ശേഷം നാട വച്ച് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണം. അടുത്ത മുകളിലത്തെ തട്ടുടുക്കുകയാണ്. അതിനായിട്ട് ആദ്യം നേരിയതൊന്ന് വച്ച് പിന്നു കുത്തിയതിന് ശേഷം ഒരു പ്രാവശ്യം ചുറ്റിയെടുക്കണം. ഒരു ചുറ്റെടുത്തതിന് ശേഷം അവിടെ ഒന്നും കൂടി പിന്നു കുത്തി നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ബാക്കി വരുന്ന ഭാഗം ചെറിയ ഞൊറിവാക്കി എടുത്തതിന് ശേഷം പിന്നു കുത്തി വയ്ക്കുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ തന്നെ പിന്നുകുത്തി വയ്ക്കണം. നല്ല വൃത്തിയായിട്ട് ഫ്രണ്ടിലോട്ട് നല്ല ഞൊറിവായിട്ടിരിക്കുന്ന രീതിയിൽ, കസവ് നല്ല ഞൊറിവായിട്ടിരിക്കുന്ന രീതിയിൽ പിന്നുകുത്തി വയ്ക്കണം. ഇനി നമ്മൾ വളയും കമ്മലും ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പൂ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കെട്ടിയ ഭാഗം മുടി വല്ലതും പിരിഞ്ഞിരിക്കണമെങ്കിൽ അതെല്ലാം നല്ല സെറ്റ് ചെയ്തതിന് ശേഷം പൂവ് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുകയാണ്. ഒരു പൊട്ട് വെച്ച് മൂക്കുത്തി ഇട്ട് കൊടുത്തു. ഇനി മാലകളുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മാല ഇട്ട് കൊടുക്കുമ്പോൾ താഴോട്ട് അറേഞ്ച് ചെയ്ത് ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി ഒരു ചന്ദനവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ കാണത്തക്ക രീതിയിൽ കട്ടിക്ക് ചന്ദനം ഇട്ട് കൊടുക്കണം. നമ്മളെ മലയാളി മങ്ക റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരുക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.